ഗോവ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള കൊങ്കൺ മേഖലയിലെ ഈ സംസ്ഥാനം പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. കടലാൽ ചുറ്റപ്പെട്ട ഈ സ്വർഗത്തിലേക്കുള്ള ഒരു ചെറിയ യാത്രക്കുറിപ്പാണ് ഈ വീഡിയോ. മപൂസ ബസ് സ്റ്റാൻഡിൽ നിന്നും 45 മിനിറ്റ് യാത്രയുണ്ട് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക്. കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് സമാനമായ വഴിയിലൂടെയുള്ള ഈ യാത്ര ഞങ്ങളെ തികച്ചും എക്സൈറ്റഡ് ആക്കി. പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റിസോർട്ടിൽ എത്തിച്ചേർന്നു. ചുറ്റും ചെടികളും പൂക്കളും നിറഞ്ഞ് നല്ല വൈബുള്ള ഒരു സ്ഥലം. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഉള്ളിലെ വുഡൻ ലുക്ക് ഒരു ക്ലാസി ഫീൽ തരുന്നതാണ്. 3 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വളരെ അനുയോജ്യമായ ഒരു റൂമാണിത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആറമ്പോൾ ബീച്ചിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. നോർത്ത് ഗോവയിലെ വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ആറമ്പോൾ. ഇവിടുത്തെ സ്വീറ്റ് വാട്ടർ ലേക്ക് വളരെ ഫേമസ് ആയ ഒരു സ്പോട്ടാണ്. കടലും തടാകവും അടുത്തടുത്തുള്ള ഈ ബീച്ച് ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. തിരമാലകളുടെ സ്പർശം ഞങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കി. We were enjoying the moment. ഇനിയുള്ള കാത്തിരിപ്പ് സൂര്യാസ്തമയത്തിന് വേണ്ടിയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൃശ്യത്തിന് ഞങ്ങൾ സാക്ഷിയാകാൻ പോകുകയാണ്. സൂര്യാസ്തമയം ആരംഭിച്ചു. അസ്തമ സൂര്യന്റെ ഗോൾഡൻ നിറം ആ കടലിനൊരു മാജിക്കൽ ലുക്ക് നൽകുന്നുണ്ടായിരുന്നു. മതിയാവോളം ആ കാഴ്ച ആസ്വദിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് മടങ്ങി. സമയം ഇപ്പോൾ 11. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൽ നിന്നുമാണ്. ട്രഡീഷണൽ ഗോവൻ ബ്രേക്ക്ഫാസ്റ്റിലൊന്നായ നീർദോശ, എഗ് മസാല, ബജി, കൂടെ ഒരു ചായയും. വലിയ തരക്കേടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടോലിം ബീച്ചിലെ ലോവർ അഗ്വാഡ ഫോർട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ ഉടനീളം കണ്ട കാഴ്ചകളെല്ലാം മനം മയക്കുന്നവയായിരുന്നു. വയൽ വരമ്പുകളും തെങ്ങിൻ തോപ്പുകളും എല്ലാം ആസ്വദിച്ചു ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതാണ് സെയിൻറ്റ് അലക്സ് ചർച്ച്. യാത്രാമധ്യേ ഞങ്ങൾ കണ്ട മറ്റൊരു അട്രാക്ഷൻ. 400 വർഷത്തോളം പഴക്കമുണ്ട് ഈ ചർച്ചിന്. പക്ഷെ കണ്ടാൽ ഒരിക്കലും അത്ര പഴക്കം പറയില്ല. പള്ളിയുടെ മുറ്റത്ത് ലൂർദ് മാതാവിൻ്റെ ഒരു ശില്പമുണ്ട്. ഗോവയിൽ അവർ ലേഡിക്ക് സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ശില്പമാണിതെന്ന് പറയപ്പെടുന്നു. ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടോലിം ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നു. സമയം ഇപ്പോൾ 3:30. സൂര്യരശ്മി പതിക്കപ്പെടുന്ന എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി. ഞങ്ങൾ കടൽ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഗോവയിലെ ഏറ്റവും നീളമേറിയ ബീച്ചുകളിൽ ഒന്നാണ് കണ്ടോലിം ബീച്ച്. ഫോർട്ട് അഗ്വാഡയിൽ നിന്നും ആരംഭിക്കുന്ന ബീച്ച് താരതമ്യേന ശാന്തവും വളരെ മനോഹരവുമാണ്. അസ്തമ സൂര്യന്റെ സ്വർണ്ണ നിറം ഇവിടമാകെ പരന്നു തുടങ്ങി. പെട്ടെന്നൊരു കളർ ഷിഫ്റ്റ് അനുഭവപ്പെട്ട പോലെ. ദിസ് ഇസ് ഇറ്റ്. ആ പേര് തന്നെ വ്യത്യസ്തമല്ലേ? ഇവിടെയാണ് ഞങ്ങൾ ഈ രാത്രി സ്പെൻഡ് ചെയ്യുന്നത്. കടൽ തീരത്തുള്ള ഒരു ഷാക്ക് കം സ്റ്റേ ആണിത്. ഷാക്കിൽ നിന്നുമുള്ള വ്യൂ പറഞ്ഞറിയിക്കാവുന്നതിലും ഭംഗിയുള്ളതാണ്. തിരമാലകളെ കണ്ടുകൊണ്ടൊരു ഫുഡിങ് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു മെയിൻ ഐറ്റമായിരുന്നു ഇത്.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴേക്കും അസ്തമസൂര്യൻ്റെ സ്വർണ്ണ നിറം അവിടമാകെ പരന്നിരുന്നു. സമയം ഇപ്പോൾ 6:45. തീരമാകെ ഇരുട്ടിൻ്റെ പിടിയിലമർന്നു. ഞങ്ങൾ ഷാക്കിലേക്ക് തിരിച്ചു നടന്നു തുടങ്ങി. തിരമാലകളുടെ നേരിയ ശബ്ദവും നേർത്ത മ്യൂസിക്കും കാൻഡിൽ ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചവുമെല്ലാം ആ സ്ഥലത്തിൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അങ്ങനെ മ്യൂസിക്കും ഫുഡും ബിയറും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ മറക്കാനാവാത്ത ആ രാത്രിക്ക് വിരാമമിട്ടു. സമയം ഇപ്പോൾ 11 മണി. ഞാൻ സ്വീറ്റ് വാട്ടർ ലേക്കിലേക്കുള്ള നടത്തം ആരംഭിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഷാക്കിൽ നിന്നും 10 മിനിറ്റ് നടത്തമുണ്ട്. വഴിയുടെ 2 വശങ്ങളിലും കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും എല്ലാം വിൽക്കുന്ന കടകളാണ്. ചെറിയൊരു പാറക്കൂട്ടം കടന്നു വേണം സ്വീറ്റ് വാട്ടർ ലേക്കിലെത്താൻ. കടലും കായലും സംഗമിക്കുന്ന ഈ ബീച്ചിലെ കാഴ്ച തികച്ചും മനോഹരമാണ്. ഇനി തിരികെയുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഗോവൻ ട്രഡീഷണൽ ഭക്ഷണമായ ഗോവൻ താലിയും കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. ഒരിക്കലും മറക്കാനാവാത്ത ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച ഈ യാത്ര ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവസാനിപ്പിച്ചു. കാത്തിരിപ്പ് തുടരുന്നു അടുത്ത യാത്രയ്ക്ക് വേണ്ടി.